UGC നെറ്റ് ഡിസംബർ 2022 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ടേം ഇൻ്റഗ്രൽ യോഗ ഈസ് പോപ്പുലറൈസ്ഡ് ബൈ 4 ഓപ്ഷനുണ്ട്. 10 സെക്കൻഡ് എടുത്ത് ഉത്തരം പറയുക. ഓക്കെ, ഉത്തരം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. പാനിനി ഒരു ഗ്രാമേറിയനാണ്. അദ്ദേഹം ആൻഷ്യൻ ഇന്ത്യയിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം യോഗയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അറിയപ്പെടുന്ന ഒരാളല്ല. പാനിനി അല്ല ഉത്തരം. പിന്നെ അത് പതഞ്ജലി നോക്കാം. പതഞ്ജലിക്ക് യോഗയായിട്ട് ഒരു ബന്ധമുണ്ട്. യോഗസൂത്ര എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതിയത് പതഞ്ജലിയാണ്. പക്ഷെ അദ്ദേഹം ഇൻ്റഗ്രൽ യോഗ എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പതഞ്ജലി അല്ല. രാമകൃഷ്ണ പരമഹംസ അടുത്ത ഓപ്ഷനാണ്. അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഹിന്ദു മിസ്റ്റിക് സെയിൻ്റാണ്, സെയിൻറ്റും കൂടിയാണ്. അദ്ദേഹം ഇൻ്റഗ്രൽ യോഗയായിട്ട് അത്തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. അപ്പം ഉള്ളതിൽ വെച്ച് ഇൻ്റഗ്രൽ യോഗയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെന്ന് പറയുന്ന ശ്രീ അരബിന്ദോ ആണ്. അരബിന്ദോ നമുക്കറിയാം, അദ്ദേഹം ഈ 20-ാം നൂറ്റാണ്ടിനും ആദ്യം ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ആദ്യമൊക്കെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും പിന്നീട് കുറച്ചും കൂടെ ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്ത ആളാണ്. അദ്ദേഹം ആണ് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് യോഗയിലേക്ക് കൊണ്ടുവരികയും അതുവഴി ലിബറേഷൻ, എൻലൈറ്റ്മെൻറ്റ് കിട്ടും എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആളാണ്. അപ്പം ഉത്തരം അരബിന്ദാണ്, ശ്രീ അരബിന്ദാണ് 3. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റെപ്രസെൻറ്റ്സ് ദി വേരിയബിൾസ് വിത്ത് ദ വീക്കസ്റ്റ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്? അപ്പോൾ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. 10 സെക്കൻഡ് എടുക്കുക, ആൻസർ പറയാം. ഓക്കെ, ഉത്തരം കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ -1നും +1നും ഇടയിലാണ് വരുന്നത് നമുക്കറിയാം. അതിൽ -1നോട് ചേർന്ന് വരുന്ന സംഖ്യയാണെങ്കിൽ ഹൈലി നെഗറ്റീവ്ലി കോറിലേറ്റഡ് എന്നും, അതല്ല +1ന് അടുത്ത് വരുന്ന സംഖ്യയാണെങ്കിൽ ഹൈലി പോസിറ്റീവ് കോറിലേഷൻ എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ 0 ആയിട്ട് അടുത്ത് വരുന്ന സംഖ്യയാണെങ്കിൽ ദർ ഈസ് നോ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വീക്കസ്റ്റ് റിലേഷൻഷിപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന വീക്കസ്റ്റ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 ആയിട്ട് ഏറ്റവും അടുത്ത് വരുന്ന സംഖ്യ ഏതാണെന്ന് നമ്മൾ നോക്കണം. 4 ഓപ്ഷനുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് 0 ആയിട്ട് ഏറ്റവും അടുത്ത് വരുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ +0.08 ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഓപ്ഷനാണ് ശരി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എ സ്റ്റുഡൻറ്റ് സ്കോർ 12 ഓൺ എ ടെസ്റ്റ് ഓഫ് വിച്ച് ദ മീൻ ഈസ് 16 ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 4, വാട്ട് ഈസ് ഹിസ് ഇസഡ് സ്കോർ? അപ്പം ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഓപ്ഷനുണ്ട്. നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ഏതാണ് അതിൻ്റെ ആൻസർ എന്ന് കമൻറ്റിൽ പറയുക. ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഒരു സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്. സ്റ്റാറ്റിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇസഡ് സ്കോർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ്, റോ സ്കോറുണ്ട്, പിന്നെ മീനും കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇസഡ് സ്കോർ കാണാനായിട്ട് അതിൻ്റെ ഇക്വേഷനുണ്ട്. അതെന്ന് പറയുന്നത് ഇസഡ് ഈസിക്വൽ ടു x മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. അതൊന്നും കൂടെ പറയാം. ഇസഡ് ഈസിക്വൽ ടു x മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, മ്യൂ എന്ന് പറഞ്ഞാൽ മീനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതായത് ഇവിടെ പറയുന്നത് 12 മൈനസ് 16 12 മൈനസ് 16 ഡിവൈഡഡ് ബൈ 4. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സെറ്റ് സ്കോറായിട്ട് കിട്ടുന്നത് -1.0 ആണ് ഉത്തരം കിട്ടുന്നത്.
1.0 വന്നിരിക്കുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതാണ് 1.0 വന്നിരിക്കുന്നത്, -1.0 വന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തരവും 1. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഫോർമുല ഫോർ വേരിയൻസ്? വേരിയൻസിൻ്റെ കറക്റ്റ് ഫോർമുല എന്താണെന്നാണ് കണ്ടെത്തേണ്ടത്. 4 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് ഈ വേരിയൻസിനുള്ളത്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് സം ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അതായത് ഉത്തരം 2 ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് സം ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോപ്പുലേഷൻ വേരിയേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് ദ ആവറേജ് സ്ക്വയേർഡ് ഡീവിയേഷൻ ഫ്രം ദി മീൻ ഫോർ ദി എൻറ്റയർ പോപ്പുലേഷൻ. ഇതാണ് ഈ ഇക്വേഷൻ വഴി നമ്മൾ കണ്ടെത്തുന്ന കാര്യം. ഓക്കെ, ഇതിനകത്ത് നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ റോ സ്കോറാണ്, അല്ലെങ്കിൽ ഓരോ സ്കോറാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. എക്സ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് മീനെയാണ് എക്സ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് റോ സ്കോറിൽ നിന്ന് മീൻ കുറച്ചിട്ടുള്ളതിൻ്റെ ഹോൾ സ്ക്വയറും അതിന് എന്ത് ചെയ്യണം, n ആണ്. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻ്റ് ആണ്. അതായത് ഒരു പോപ്പുലേഷനുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റിനാണ് നമ്മൾ n കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് വേരിയൻസ് ലഭിക്കുക. അപ്പോൾ ഈ ഫോർമുല എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ റിസർച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ടെസ്റ്റിംഗ് ദി എഫക്റ്റീവ്നെസ് ഓഫ് എ pre-post intervention on a single group. The statistical test that could be used is 4 ഓപ്ഷൻ ഉണ്ട്, നോക്കുക. ശരി ഉത്തരം കമൻറ്റിൽ പറയാം. ഓക്കെ, ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ കണ്ടെത്തേണ്ടുന്ന ഒരു സിംഗിൾ ഗ്രൂപ്പിൻ്റെ പ്രീ പോസ്റ്റ് ഇൻ്റർവെൻഷൻ്റെ എഫക്റ്റീവ്നെസ് ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. ഇപ്പോൾ കോറിലേഷൻ നമുക്കറിയാം, ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. അപ്പം അത് പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണോ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണോ, അതല്ല പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലേ, ലീനിയർ കോറിലേഷനാണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം അതല്ല ശരി ഉത്തരം. ഇനി കൈ സ്ക്വയർ നോക്കാം. കൈ സ്ക്വയർ നമ്മൾ കാറ്റഗറിക്കൽ ഡേറ്റയിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ഡേറ്റേനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ കൈ സ്ക്വയറും അല്ല വന്നിരിക്കുന്നത്. പിന്നെ ഓപ്ഷൻ ഉള്ളത് അനോവയുണ്ട്. അനോവ ഉപയോഗിച്ച് നമുക്ക് മീനുകൾ, അതായത് 2 ഗ്രൂപ്പിൻ്റെ മീൻസ് നമുക്കൊരു ആവറേജ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ ഗ്രൂപ്പിൻ്റെ മീനുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട സിംഗിൾ ഗ്രൂപ്പിൻ്റെയാണ് വേണ്ടത്. ആ സിംഗിൾ ഗ്രൂപ്പിൻ്റെ പ്രീയും പോസ്റ്റും ആയിട്ടുള്ള ഇതാണ് വേണ്ടത്. അപ്പം അനോവയല്ല. അപ്പോൾ നമ്മുടെ ശരിയായിട്ട് ഉത്തരം എന്ന് പറഞ്ഞാൽ ടി ടെസ്റ്റാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ടി ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരേ ഗ്രൂപ്പിൻ്റെ സിംഗിൾ ഗ്രൂപ്പിൻ്റെ പ്രീയും പോസ്റ്റുമായിട്ടുള്ള ഡേറ്റകൾ തമ്മിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പം കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നതും ടി ടെസ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 വായിച്ച് നോക്കിയിട്ട് ഉത്തരം പറയുക.
ഓപ്ഷനിലേക്ക് പോകാം. ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ അസസിങ് ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കോർസ് ഓൺ വൺ ഹാഫ് ഓഫ് എ ടെസ്റ്റ് വിത്ത് സ്കോർസ് ഓൺ ദി അതർ ഹാഫ് ഓഫ് ദി ടെസ്റ്റ്. അപ്പം ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ അസസിങ് ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കോർ ഓൺ ദി സെയിം ടെസ്റ്റ് ആണ്. ഓക്കെ, അഡ്മിനിസ്റ്റർഡ് ഓൺ 2 ഡിഫറെൻറ്റ് ഒക്കേഷൻ. അതായത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒക്കേഷനിൽ ഉള്ള ടെസ്റ്റിൻ്റെ സ്കോറുകൾ തമ്മിലാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. അതല്ലാണ്ട് നോട്ട് ഓൺ 2 ഹാഫ് ഓഫ് ദി സെയിം ടെസ്റ്റ് അല്ല. ഓക്കെ, അതായത് ഒരേ ടെസ്റ്റിൻ്റെ രണ്ടായിട്ട് ഭാഗിച്ച് അതിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതല്ല ടെസ്റ്റ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. പല സമയത്തായിട്ട് 2 ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ സ്കോറുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ പോകാം. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ അസസിങ് ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കോർസ് ഓൺ ദി സെയിം ടെസ്റ്റ് അഡ്മിനിസ്റ്റർഡ് ഓൺ 2 ഡിഫറെൻറ്റ് ഒക്കേഷൻ. അപ്പം അത് ശരിയാണോ നോക്കാം. അപ്പം അതും ശരിയല്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ശരിയല്ലാത്തതിൻ്റെ കാരണം സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ അസസിങ് ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കോർസ് ഓൺ വൺ ഹാഫ് ഓഫ് എ ടെസ്റ്റ് വിത്ത് സ്കോർസ് ഓൺ ദി അതർ ഹാഫ് ഓഫ് ദി ടെസ്റ്റ് നോട്ട് ദി സെയിം ടെസ്റ്റ് അഡ്മിനിസ്ട്രേഡ് ഓൺ 2 ഡിഫറെൻറ്റ് ഒക്കേഷൻ. അതായത് ഒരേ ടെസ്റ്റിൻ്റെ പകുതി സ്കോറും അതേ ടെസ്റ്റിന് തന്നെ മറ്റ് സ്കോറും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനാണ്, മറ്റ് പകുതിയുടെ സ്കോറും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ടെസ്റ്റിനെ തന്നെ സ്പ്ലിറ്റ് ആക്കിയിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ്. അതല്ലാതെ 2 ടെസ്റ്റ് നടത്തി ആ സ്കോറുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനല്ല സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അതും തെറ്റായിട്ടുള്ള ഉത്തരമാണ്. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. Internal reliability is the extent to which the effect of the dependent variable is the result of independent variable and not same other aspects of the study. അപ്പം അതും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കാര്യമല്ല. Internal reliability is not related to the effect of the dependent variables or the independent variable, but rather to the കൺസിസ്റ്റൻസി ഓഫ് ദി സ്കോർ വിത്തിൻ എ സിംഗിൾ ടെസ്റ്റ്. അതായത് ഒരു ടെസ്റ്റിൻ്റെ സ്കോറിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇൻറ്റേർണൽ റിലയബിലിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷനും ശരിയല്ല. അപ്പം ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനാണ് അൾട്ടർനേറ്റീവ് ഫോം റിലയബിലിറ്റി. അതായത് alternative form reliability is determined by assessing the degree of relationship between scores on 2 different equivalent tests. അപ്പം ഈ അൾട്ടർനേറ്റീവ് ഫോം ഓഫ് റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ റിലയബിലിറ്റി ആണ്. ദാറ്റ് മെഷേഴ്സ് ദി കൺസിസ്റ്റൻസി ഓഫ് സ്കോർസ് ഓൺ 2 different but equivalent form of the same test administered to the same group. അപ്പോൾ ഒരു ഉദാഹരണം നോക്കിയാൽ, ഇഫ് എ ടെസ്റ്റ് ഹാസ് 2 വേർഷൻ എ ആൻഡ് ബി ദാറ്റ് കവർ ദി സെയിം കണ്ടൻറ്റ് ബട്ട് ഹാവ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ഓർ ഓർഡർ, then the score on version A should be highly correlated with the scores on version B. ഓക്കെ, അതായത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കാം 2 ടെസ്റ്റിനകത്തുള്ളത്, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് സെയിം ആണ്. അപ്പോൾ കണ്ടൻറ്റ് സെയിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കോറും ഹൈലി കോറിലേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. 2 ടെസ്റ്റിൻ്റെ സ്കോറും ഹൈലി കോറിലേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അത് ഉപയോഗിക്കുന്ന ഈ അൾട്ടർനേറ്റീവ് ഫോം ഓഫ് റിലയബിലിറ്റി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദി എഫക്റ്റ് ഓഫ് പ്രാക്ടീസ്, മെമ്മറി ഓർ ഫറ്റീഗ്. അപ്പം അതായത് നമ്മൾ ഒരേ സെയിം ടെസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫറ്റീഗ് ഉണ്ടാകും, നമുക്ക് ക്ഷീണം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരേ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതിൻ്റെ മെമ്മറി കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട രീതി നമ്മൾ അതിനകത്ത് ചെയ്യും. പിന്നെ പ്രാക്ടീസ് നമ്മൾ അതിനകത്ത് വലിയ മാസ്റ്റർ അല്ലെങ്കിൽ കുറേയധികം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നല്ല മികച്ച രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഉള്ളതാണ്
ഉള്ളതും കൂടിയാണ് ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് റിലയബിലിറ്റി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വിക്ക് സ്ക്രീൻ എ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടൂൾ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദി സെലക്ഷൻ ഓഫ് ഡാഷ്. 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം കമൻറ്റിൽ പറയുക. ഓക്കെ, ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം 3-ാമത്തേതാണ്. എയർലൈൻ പൈലറ്റ്സ് ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് നമുക്കറിയാം ക്വിക്ക് സ്ക്രീനിങ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ അഡ്മിനിസ്ട്രേറ്റഡ് ടെസ്റ്റാണ്. അത് അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി അസസ് ഡെഫിസിറ്റ് ഓർ ചേഞ്ചസ് ഇൻ അറ്റൻഷൻ, മെമ്മറി, വിഷ്വൽ പെർസെപ്ഷൻ, പ്രോബ്ലം സോൾവിങ്, റിയാക്ഷൻ ടൈം ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇത് അസസ് ചെയ്യുന്നത്. ഇത് ഇനിഷ്യലി ഡിസൈൻ ചെയ്ത് ഉപയോഗിച്ചിരുന്നത് US ഫെഡറൽ ഏവിയേഷനിലാണ് ഇത് ചെയ്തിരുന്നത്. ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റ് ദി സബ്റ്റിൽ ചേഞ്ചസ് ഇൻ കോഗ്നിറ്റീവ് ഫങ്ഷൻ ദാറ്റ് മേ അഫക്റ്റ് ഫ്ലൈറ്റ് പെർഫോമൻസ് ഓർ ട്രെയിനിങ്. അപ്പം ഫ്ലൈറ്റിൻ്റെ പെർഫോമൻസും ട്രെയിനിങ്ങും അതിനെ ബാധിക്കുന്ന ഈ കോഗ്നിറ്റീവിൻ്റെ ചെറിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഈ ക്വിക്ക് സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പല കാര്യങ്ങളും കൂടെ പരിശോധിക്കുന്നുണ്ട്. പൈലറ്റിൻ്റെ വിത്ത് നോൺ ഓർ സസ്പെക്റ്റഡ് ന്യൂറോളജിക്കൽ ആൻഡ് ഓർ സൈക്കാട്രിക് കണ്ടീഷൻ നമ്മൾ നോക്കാൻ പറ്റും. ആസ് വെൽ ആസ് ടു ഡിക്റ്റേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് മെഡിക്കേഷൻ, സ്ലീപ്പ് ഡിപ്രൈവേഷൻ, ഹൈപ്പോക്സിയ ആൻഡ് ആജിങ് ഓൺ ദി ബ്രെയിൻ ഫങ്ഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും.